സ്നേഹമുള്ള സഹോദര വൈദികരെ, വളരെ പ്രിയങ്കരനായിട്ടുള്ള ജെറുസലം ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ പട്ടത്തച്ച, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പിതാവ് ഏറെ സ്നേഹത്തോടുകൂടെ മക്കളെ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന പട്ടം വാങ്ങിക്കാൻ പോകുന്ന ഡീക്കന്മാരെ, CMI പ്രോവിൻസുകളിൽ വലിയൊരു പ്രോവിൻസായിരുന്നു ദേവമാതാ പ്രോവിൻസ്. ദേവമാതാ പ്രോവിൻസിലെ പിന്നീട് ഒരു ചിന്ത വന്നു, അതൊന്ന് ഒരു മിഷൻ ഓറിയന്റേഷനോടുകൂടെ വിഭജിക്കണമെന്ന്. അങ്ങനെ കോയമ്പത്തൂരെ ആസ്ഥാനമായി ഒരു പുതിയ പ്രോവിൻസ് രൂപീകരിച്ചപ്പോൾ അന്നത്തെ കാരണവന്മാര് വളരെ ദൂരക്കാഴ്ചയോടുകൂടെ ഈ പ്രോവിൻസിന് കൊടുത്ത പേരാണ് പ്രേക്ഷിത പ്രോവിൻസ്. ഒരു വ്യാഖ്യാനമോ ഒരു വിശേഷണമോ ആവശ്യമില്ലാതെ പ്രോവിൻസ് എന്താണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പേരാണ് കോയമ്പത്തൂർ പ്രോവിൻസ് തെരഞ്ഞെടുത്തത്. ഞാൻ കാരണവന്മാരുടെ ദൂരക്കാഴ്ച എത്ര വലുതാണെന്ന് മനസ്സുകൊണ്ട് ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇന്ന് ആ പ്രോവിൻസിൽ നിന്ന് 9 ഡീക്കന്മാര് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. സ്നേഹമുള്ള ഡീക്കന്മാരെ, നിങ്ങൾ ഏറ്റവും വിശുദ്ധരും ഏറ്റവും വിവേകികളും ഏറ്റവും സ്വാർത്ഥതയില്ലാതെ മുറിച്ചു പങ്കിടുന്ന നല്ല വൈദികരുമായിട്ട് നിങ്ങളുടെ അജപാലന രംഗത്ത് വിരാജിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഞാൻ നിങ്ങൾ അഭിഷിക്തരാകുന്ന രൂപതകളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു. ഇതിൽ 7 പേര് തൃശ്ശൂർ രൂപതക്കാരാണ്. ഒരാള് പാലക്കാട്ട് നിന്നാണ്, ഒരാള് ഇരിഞ്ഞാലക്കുട രൂപതക്കാരനാണ്. ഞാൻ രൂപതയുടെ വലുപ്പം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലെ ഇടവകകളെയും നമ്മുടെ ജനങ്ങളെയൊക്കെ കണ്ട് വളർന്നു വലുതായവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൗരോഹിത്യ ജീവിതത്തിലെ അജപാലന ശുശ്രൂഷയ്ക്കും മിഷൻ പ്രവർത്തനത്തിനുമായിട്ട് നിയുക്തരാകുമ്പോൾ മുറിച്ച് പങ്കിടുന്ന ഈശോയുടെ നല്ല വൈദികരാകണം. ടു ബി ബ്രോക്കൺ ആൻഡ് ടു ബി ഗിവൺ. ഞാൻ മെത്രാനായപ്പോൾ എന്ത് മുദ്രാവാക്യമാണ് എടുക്കേണ്ടത് എന്ന് പ്രാർത്ഥനാപൂർവം ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ മുദ്രാവാക്യം എടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹം. ടു ബി ബ്രോക്കൺ ആൻഡ് ടു ബി ഗിവൺ. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ജനക്കൂട്ടത്തെ കണ്ടിട്ട് അവർക്ക് വിശക്കുന്നതായിട്ട് മനസ്സിലാക്കിയപ്പോ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? പത്രോസും അന്ത്രയോസും കർത്താവിനോട് ഉപദേശിച്ചു, സ്ഥലം വിജനമാണ്, സമയം സന്ധ്യയാണ്, ഈ സമയത്ത് 5000 പുരുഷന്മാർ തന്നെ ഇവിടെ ഉണ്ട്, പെണ്ണുങ്ങൾ അതിൽ കൂടുതലാണ്, കുഞ്ഞുങ്ങൾ
നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് നീ ഇവരെ പിരിച്ചു വിട്ടാലേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വഴിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അവർ കണ്ടുപിടിച്ച് കഴിക്കും. കർത്താവ് പറഞ്ഞു പറ്റുകയില്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അന്ത്രയോസും ഫിലിപ്പോസും ബർത്തലോമിയും കൂടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു കൊച്ചിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മ തന്നതാണ്. ഈ ചേട്ടൻ കുറേ നേരം പ്രസംഗിക്കും, നീണ്ടുപോകുമ്പോൾ നീ വിശന്ന് കരയാൻ പാടില്ല, നിനക്ക് വിശക്കുമ്പോൾ ഇത് തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചതാണ്. എന്നേക്കാൾ ആവശ്യം നിങ്ങൾക്കാണെങ്കിൽ ഞാൻ തരാം. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത, ആ കുഞ്ഞിൻ്റെ ഔദാര്യം, കർത്താവ് ആ അപ്പം എടുത്തുയർത്തി വാഴ്ത്തി അത് മുറിച്ച് പങ്കിട്ടു. എല്ലാവരും തിന്ന് തൃപ്തരായി എന്നാണ് സുവിശേഷം പറയുന്നത്. ഇനി ആർക്കും ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ബാക്കി വന്ന കഷ്ണങ്ങൾ ശേഖരിക്കുവിൻ. അത് 12 കൊട്ട നിറയെ ഉണ്ടായിരുന്നു, നിറവിൻ്റെ 12 കൊട്ടകൾ. ഞാൻ നമ്മുടെ വൈദികരും മരിച്ച് അവിടെ ശവസംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുന്ന വേളയിലെ വളരെ വികാരനിർഭരമായിട്ടുള്ളൊരു സന്ദർഭമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കടന്നുപോയ വൈദികരെ മുറിച്ചു പങ്കിട്ടിട്ട് ബാക്കി വെച്ച 12 കൊട്ടകളുടെ നിറവാണ് നമ്മുടെ വളർച്ച. നമ്മുടെ വളർച്ച എല്ലാം അതാണ്. സ്വാർത്ഥതയില്ലാതെ മുറിക്കപ്പെട്ടത്, സ്വാർത്ഥതയില്ലാതെ കൊടുക്കപ്പെട്ടത്. അതുകൊണ്ട് വിശുദ്ധനായ ജോൺ മരിയ വിയാനി പുണ്യവാളൻ വൈദികരോട് സ്നേഹത്തോടുകൂടെ പറയുന്നൊരു വാചകമുണ്ട്, എ സെൽഫിഷ് പ്രീസ്റ്റ് ഇസ് എ സെൽഫ് കോൺട്രഡിക്ഷൻ. സ്വാർത്ഥനായ ഒരു വൈദികൻ അവൻ പരസ്പര വിരുദ്ധമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിറവിൻ്റെ കൊട്ടകളുടെ ഉടമകളാകട്ടെ. സ്വാർത്ഥതയില്ലാതെ മുറിച്ചു പങ്കിടാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ഇടവരുത്തക്ക വിധത്തിൽ നിങ്ങളെ തന്നെ തമ്പുരാന്റെ കൈകളിലെ നിങ്ങൾ സംലപ്തമാക്കാൻ കാരണമാകട്ടെ. ബെനഡിക്ട് 16 മാർപ്പാപ്പ വൈദികരുടെ ആധ്യാത്മികതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു വൈദികന്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് അവൈലബിലിറ്റിയാണ്, സംലപ്തതയാണ്. അതുകൊണ്ട് സംലപ്തതയുടെ മനുഷ്യരായിട്ട് തീരാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം നിങ്ങളിലൂടെ നിർവഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും 3 മേഖലകളിലാണ്. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് എ ബ്രേക്കിംഗ് ഓഫ് ദ യൂക്കറിസ്റ്റ്. അപ്പം മുറിക്കുകയും പാനപാത്രം ആശീർവദിക്കുകയും ചെയ്യുന്ന നിങ്ങൾ അൾത്താരയിൽ ഉയർത്തപ്പെടുന്ന അപ്പത്തെയും പാനപാത്രത്തിലെ മുന്തിരിച്ചാറിനെയും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ ഏറെ ഇഷ്ടത്തോടുകൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, മുറിച്ചു പങ്കിടാനുള്ള നിങ്ങളുടെ സന്മനസ്സാണ് നിങ്ങളുടെ ആധ്യാത്മികത. എന്നാണോ മുറിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറാകാത്തത്, എന്നാണോ മുറിക്കപ്പെടുന്നതിലെ ഇഷ്ടക്കുറവ് കാണിക്കുന്നത്, അന്ന് നിങ്ങൾ പൗരോഹിത്യ ജീവിതത്തിലെ 30 വെള്ളിക്കാശിൻ്റെ ഉടമസ്ഥനായ യൂദാസിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട്
മുറിച്ചു പങ്കിടുന്ന ഒരു പൗരോഹിത്യം കർത്താവ് നിങ്ങൾക്ക് സംലപ്തമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. ജെറേമിയായുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വചനം ഒരുപക്ഷെ നമുക്ക് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുഴുവൻ സ്വാംശീകരിക്കുന്ന ഒരു തിരുവചനമാണ്. ആ തിരുവചനമാണ് പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള പരിശുദ്ധ പിതാവിൻ്റെ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ പ്രമാണരേഖയുടെ വലിയ ഉള്ളടക്കം. I will give you shepherds after my own heart. Dabo vobis pastores. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയമുള്ള ഇടയന്മാരെ തരും. വിയാനി പുണ്യവാളനെ കുറിച്ചിട്ട് ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, തല കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരു മനുഷ്യനല്ല ജോൺ മരിയ വിയാനി. തല കൊണ്ടല്ല ജോൺ മരിയ വിയാനി ലോകത്തെ കീഴടക്കിയത്. ജോൺ മരിയ വിയാനി ലോകത്തെ കീഴടക്കിയത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയപൂർവം ജനങ്ങൾക്ക് നിങ്ങളെ തന്നെ സംലപ്തമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യുവിൻ. അൾത്താരയിലെ അപ്പം മുറിക്കുന്നതും പാനപാത്രം ആശീർവദിക്കുന്നതും പ്രതീകങ്ങളാണ്. അത് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. എന്നാണോ മുറിക്കപ്പെടാൻ കഴിയാതെ പോകുന്നത്, എന്നാണോ ചിന്തപ്പെടാൻ കഴിയാതെ പോകുന്നത്, അന്ന് പൗരോഹിത്യം പരാജയപ്പെടുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ നമ്മുടെ കർത്താവ് നല്ല സമറായക്കാരൻ്റെ കഥ, കർത്താവ് പഠിപ്പിച്ച കഥകളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നല്ല സമറായക്കാരൻ്റെ കഥ. ആദ്യം കടന്നുപോയത് ഫരിസയനാണ്. യഹൂദരിലെ ഏറ്റവും പാരമ്പര്യവാദികളുടെ അടയാള നക്ഷത്രമാണ് ഒരു ഫരിസയൻ. രണ്ടാമത് കടന്നുപോയത് ഒരു ലേവായക്കാരനാണ്. ബൈബിളിലെ ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറേറ്റും കഴിഞ്ഞ ആളാണ്. പക്ഷെ മൂന്നാമത് പോയത് ഒരു സമറിയക്കാരനാണ്. ആദ്യത്തെ 2 പേർക്കും വഴിയിൽ വീണത് ഒരു പരദേശിയായിരുന്നു. അവനൊരു അപരിചിതനായിരുന്നു, ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്തവനായിരുന്നു. പക്ഷെ മൂന്നാമത് പോയ സമറിയക്കാരന് യാതൊരു പഠിപ്പുമില്ലായിരുന്നു. പക്ഷെ അവന് മനസ്സിലായി ഈ വീണ് കിടക്കുന്നത് തൻ്റെ സഹോദരനാണെന്ന്. അവനെ മുറിവുകൾ വെച്ച് കെട്ടി, തൻ്റെ കഴുതപ്പുറത്ത് അവനെ കയറ്റി സത്രത്തിലേക്ക് കൊണ്ടുചെന്നിട്ട് പറഞ്ഞു, വഴിന്ന് കിട്ടിയതാണ്, പക്ഷെ അന്യനല്ല, അപരിചിതനല്ല, എൻ്റെ സ്വന്തമാണ്. എൻ്റെ കയ്യിൽ ഇപ്പൊ 2 ധനാറേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കി തന്നു വീട്ടിക്കൊള്ളാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പട്ടത്തിലെ കൈവെപ്പിന് ശേഷം പാടുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗീതകമുണ്ട്. വിശുദ്ധനായ അഫ്രേം രചിച്ച ഗീതകത്തിന്റെ തുടർച്ചയാണത്. കക്ര നൽകിയ മിശിഹായി. ഇന്ന് നിങ്ങൾ കർത്താവിന്റെ കയ്യിൽ നിന്ന് കക്ര ഏറ്റുവാങ്ങുകയാണ്. അത് കുഴിച്ചു മൂടാനല്ല, മുറിച്ചു പങ്കിടാനാണ്. അതുകൊണ്ട് തന്നെ ഗോ ആൻഡ് ഡു ലൈക്ക്വൈസ്. മറ്റുള്ളവർക്ക് കരം കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കരുത്തു പകരാൻ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രേക്ഷിത പ്രോവിൻസിന്റെ ഏറ്റവും വലിയ ആഭിമുഖ്യം മിഷൻ പ്രവർത്തനമാണ്. Go to the end of the world and preach to everybody and baptize them. അതാണ് നമ്മുടെ ദൗത്യം. We are not cultic ministers. We are not official bureaucrats. We should become
പാസ്റ്റേഴ്സ് വിത്ത് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പട്ടം വാങ്ങിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ അതിർത്തികൾ കോയമ്പത്തൂരല്ല. എനിക്ക് കെനിയയിൽ നിന്നുള്ള സഹോദര വൈദികരെ കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി, ഒരുപാട് ഇഷ്ടം തോന്നി. കെനിയയുടെ അതിർത്തികളിലേക്ക്, ആഫ്രിക്കയുടെ അതിർത്തികളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അത് നമുക്ക് തുടരണം. ചാവറപ്പിതാവ് സ്വപ്നം കണ്ട ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ള വലിയ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് നിങ്ങൾ പ്രതിഷ്ഠിതരാണ്. അത്ര മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണത്. ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, അതാണ് നിങ്ങളുടെ സഭയുടെ പേര് തന്നെ. ആ നൈർമല്യത്തിൻ്റെ ശോഭ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഔദാര്യത്തോടുകൂടെ എല്ലാവർക്കും കൊടുക്കാൻ ചാവറപ്പിതാവ് എന്തിനാണ് കാർമലിത്ത സന്യാസഭ സ്ഥാപിച്ചത് എന്നത് നിങ്ങൾ പരിശോധിച്ചാലേ കാണാം. സീറോ മലബാർ ശാഖയെ ശാക്തീകരിക്കുന്ന ഒരു പവർ ബാങ്ക് ആയിട്ടാണ്. The CMI congregation is the power bank of the Syro Malabar Church. സിറോ മലബാർ സഭയെ ബലപ്പെടുത്താൻ, അതിനെ വളർത്താൻ, അതിനെ ദൂരങ്ങളിലേക്ക്, ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് എത്തിക്കാൻ. ഒരുപക്ഷെ ആഫ്രിക്കയിൽ നിന്നൊക്കെ കർമ്മലീത്ത അച്ഛന്മാർ ഇവിടെ വരുമ്പോഴും ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ചാവറപ്പിതാവ് സന്തോഷത്തോടുകൂടെ അവരെയൊക്കെ അനുഗ്രഹിക്കുന്നത് കാണുന്നു. പിതാവിൻ്റെ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരക്കാഴ്ചയോടുകൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് സന്നദ്ധമാകാൻ നമുക്ക് കഴിയട്ടെ. ടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, കർത്താവ് എത്ര കൃത്യമായിട്ടാണ് ആ പ്രയോഗം തന്നെ. ടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഇനി ലോകത്തിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അവിടേക്കടക്കം കർത്താവ് നമ്മളെ അഡ്വാൻസ് ആയിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. സ്വാർത്ഥതയില്ലാത്ത മുറിച്ചു പങ്കിടുന്ന, തീഷ്ണതയോടുകൂടി ദൈവവചനം എല്ലാവരോടും പ്രസംഗിക്കുന്ന, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അംഗത്വത്തിലേക്ക് കരം കോർക്കുന്ന ഒരു വലിയ മിഷണറി പ്രസ്ഥാനമായിട്ട് നമുക്ക് തീരാൻ നിങ്ങൾ നവവൈദികരെ സഭയെ ബലപ്പെടുത്താൻ ദൈവം ഇടവരുത്തട്ടെ. ഒരിക്കൽ കൂടെ സഭയുടെ നാമത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നും നിങ്ങളുടെ മുൻപിലുണ്ടെന്നും പിറകെ ഉണ്ടെന്നും നിങ്ങളുടെ പാർശ്വങ്ങളിലുണ്ടെന്നും ഞാൻ ഉറപ്പു തരുന്നു. ദൈവത്തിൻ്റെ സഭ അപ്പസ്തോലനായ തോമാസിലൂടെ നമുക്ക് കിട്ടിയത്, ചാവറ പിതാവിലൂടെ അത് കൂടുതൽ ബലപ്പെട്ടത്, നിങ്ങളിലൂടെ പൂർണ്ണതയിലേക്കും ആകാശവിഹായസ്ലോളം വളരുന്നതിനും ഇടവരാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിങ്ങളെ വരമേൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സമൂഹ പ്രാർത്ഥനകൾ